ഒരധ്യാപനത്തിൻ്റെ ഏറ്റവും വലിയ വിജയം ഉത്തമ സ്വഭാവമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കലാണ്. മുആവിയത്ത് ബിൻ ഹക്കമി സുലമി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു അഹ്സന തഅലീമ മിൻഹു. ഹബീബായ തങ്ങളെക്കാൾ ഉത്തമനായ ഒരു അധ്യാപകനെ ഇതിനു മുമ്പോ ശേഷമോ ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ ഒരാൾ തുമ്മിയ സമയത്ത് നിസ്കാരത്തിൽ ഇർഹമുക്കല്ലാ എന്നറിയാതെ പറഞ്ഞുപോയി. അത് കേട്ടവരുടെ തുറിച്ചു നോട്ടവും പെരുമാറ്റവും കാരണം ബേജാറായി നിൽക്കുന്ന സമയത്ത് മുത്തുനബിന്റെ അധ്യാപനം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി എന്ന് മഹാനവറുകൾ പറയാണ്. എന്നെ ശകാരിച്ചില്ല, മുഖം ചൊളിച്ചില്ല, മറിച്ച് ഞാൻ ചെയ്ത കുറ്റത്തെപ്പറ്റി ഒന്നും മിണ്ടാതെ എനിക്ക് പറഞ്ഞു തന്നു. നിസ്കാരത്തിൽ ജനങ്ങളോട് സംസാരിക്കുകയല്ല വേണ്ടത്. ഇന്നമാഹിയ തസ്ബീഹു തക്ബീറു ഖിറാഅത്തുൽ ഖുർആൻ. അത് ഖുർആൻ പാരായണവും തസ്ബീഹും തക്ബീറും മാത്രമാണ്. സ്നേഹത്തോടെയുള്ള ഓരോ തിരുത്തലുകളും ജീവിതകാലം മുഴുവനും ഒന്നിക്കപ്പെടും. അധ്യാപനത്തിൽ എപ്പോഴും വേണ്ടത് സ്നേഹവും വാത്സല്യവും വ്യക്തിഗതമായ പരിഗണനയും ജീവിത മാതൃകയുമാണ്. അപ്പോഴാണ് വിദ്യാർത്ഥികൾക്ക് നല്ലൊരു സുഹൃത്തായി, അഭയ കേന്ദ്രമായി, അധ്യാപകന് മുമ്പിൽ ട്രാൻസ്പെറൻ്റായി നിലകൊള്ളാനാവും. അതാണ് സ്വഹാബത്തിനെ മുഴുവനും നല്ല മനുഷ്യരാക്കി തീർത്തത്. നമ്മുടെ ഓരോ ഇടപെടലുകളും തിരുത്തലും പുതുതലമുറയ്ക്ക് നല്ല ഓർമ്മകൾ സമ്മാനിക്കട്ടെ.